ജയമോഹിനിയുടെ അടുത്തേക്ക് വന്നിട്ട് കാവ്യ പറയുന്നുണ്ട്, അയാളുമൊത്ത് ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള തീരുമാനം ഞാൻ നേരത്തെ തന്നെ എടുത്തതാണ്. പക്ഷേ നീരജ് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് അയാളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ പോയപ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഓ, ആ മണിക്കുട്ടി അവിടെ നിൽക്കുന്നു എന്ന് പോലും നോക്കാതെയാണ് രണ്ടെണ്ണവും അവിടെ കൂടി കിടന്ന അഴിഞ്ഞാട്ടം നടത്തുന്നത്. അത് കണ്ട എനിക്ക് പറയാൻ പോലും വയ്യ. ഇനി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. എനിക്ക് അയാളുമൊത്ത് യോജിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് അവരൊക്കെ ഉള്ളതുകൊണ്ട് പാവം മുത്തിൻ്റെ പ്രശ്നം പോലും സോൾവ് ആക്കാനായിട്ട് പറ്റുന്നില്ല. മുത്തിൻ്റെ സ്കൂളിലൊക്കെ ഒന്ന് പോയിട്ട് എത്ര നാളായി? അത് കേട്ട് മുത്ത് പറയുന്നുണ്ട്, അതെ അതെ, എല്ലാ ടീച്ചേഴ്സും അമ്മയെയും അച്ഛനെയും ചോദിക്കാറുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ വരാത്തത്. അവിടെ വന്നാൽ ഉടൻ തന്നെ അയാളുടെ കാര്യം ടീച്ചേഴ്സൊക്കെ ചോദിക്കും. ഞങ്ങളാണെങ്കിൽ അവരുടെ മുന്നിൽ മാതൃകാ ദമ്പതികളാണല്ലോ. എന്നാൽ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് മാത്രം. അത് കേട്ട് ഭരത് പറയുന്നുണ്ട്, അതെ, ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് കരുതിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായാൽ ഒരു കലഹം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇങ്ങനെ ഒരു വീട്ടിൽ രണ്ടുപേരും താമസിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് അയാളെ വേണ്ട. ഇനി ഒരിക്കലും ഞാനും അയാളും തമ്മിൽ ഒരുമിച്ച് പോവുകയുമില്ല. അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പിരിയാൻ പോവുകയാണ്. എന്തായാലും ഇനി എനിക്കിവിടെ ശ്വാസം മുട്ടി നിൽക്കാനായിട്ട് വയ്യ. അത് കേട്ടിട്ട് ഭരതാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ ഒരു തീരുമാനം കേട്ടിട്ട് ജയമോഹിനി കാവ്യയോട് പറയുന്നുണ്ട്, അതെ, നീ എന്ത് തീരുമാനമാ പറയുന്നത്? ഭരത് പറയുന്നുണ്ട്, ചേച്ചി, ദേ, ചേച്ചി ഇങ്ങനെ ഡിവോഴ്സിന് അപേക്ഷിച്ചാൽ അതോടുകൂടി കാര്യങ്ങൾ നടക്കും. ചേച്ചി മാത്രം ഉണ്ടാക്കിയ സ്വത്തൊന്നുമല്ല. പിന്നെയോ ഞങ്ങളുടെ കുടുംബ സ്വത്താണ്. പിന്നെ എനിക്കോ മുത്തിനോ ഒരു വരുമാനവും ഇല്ലാതെയാകും. ജയമോഹിനി പറയുന്നുണ്ട്, അതെ അതെ, മുത്ത് പിന്നെ വഴിയാധാരമായി പോവുകയും ചെയ്യും. മുത്തെ, നീ ഇത് കേൾക്കുന്നില്ലേ? നിന്റെ അമ്മയെടുത്ത തീരുമാനം, ദേ ഇവള് നിന്റെ അച്ഛനെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്. അതോടുകൂടെ സ്വത്തുക്കളെല്ലാം നഷ്ടമാകും. മുത്ത് പറയുന്നുണ്ട്, വേണ്ട, എനിക്കെൻ്റെ അച്ഛനെയും വേണം, എനിക്കെൻ്റെ അമ്മയെയും വേണം, പിന്നെ ഇവിടുത്തെ സ്വത്തും വേണം. എനിക്കിതൊന്നും ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് ഉറങ്ങാനായിട്ട് AC റൂം വേണം. അതില്ലാതെ പറ്റില്ല. ഈ വീട്ടിൽ താമസിക്കാനല്ലാതെ എനിക്ക് മറ്റൊരിടത്തേക്ക് താമസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അതുകൊണ്ട് അമ്മ തീരുമാനം മാറ്റിയേക്ക്. എനിക്കെൻ്റെ അച്ഛനെ വേണം, അമ്മയെയും വേണം. വീണ്ടും അവളിങ്ങനെ ഉറപ്പിച്ചു പറയുകയാണ്. അത് കേട്ടിട്ട് ഭരത്തും ജയമോഹിനിയും ഒത്തിരി സന്തോഷിക്കുന്നു. അപ്പോഴേക്കും ജയമോഹിനി ചോദിക്കുന്നുണ്ട്, ഇനി നിനക്ക് എന്ത് തീരുമാനമാണ് കാവ്യയെക്കുറിച്ച് പറയാനുള്ളത്? ഈ സമയത്ത് ഭരത് ചോദിക്കുന്നുണ്ട്, പക്ഷേ മുത്ത് കാരണം കാവ്യയ്ക്ക് പിന്നെ ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതോടെ സങ്കടപ്പെട്ട് നിൽക്കുന്നു കാവ്യ. സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഉമയാണെങ്കിൽ കൃഷ്ണയുടെ ഷർട്ടെല്ലാം നന്നായി തന്നെ മടക്കി വയ്ക്കുകയാണ്. കളർ പോയ ഷർട്ട് കണ്ടിട്ട് മണിക്കുട്ടി പറയുന്നുണ്ട്, അച്ഛാ, അച്ഛന് ഡ്രസ്സ് എടുക്കാൻ സമയമായി കേട്ടോ. ഇതൊക്കെ നരച്ചു തുടങ്ങിയിരിക്കുന്നു. കൃഷ്ണ പറയുന്നുണ്ട്, എനിക്ക് മാത്രമായിട്ട് ഡ്രസ്സ് എടുക്കുന്നില്ല. നമുക്ക് 3 പേർക്കും കൂടെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാം. 3 പേർക്കും എടുക്കുകയും ചെയ്യാം. ഇത് കേട്ടിട്ട് ഉമ്മ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട കേട്ടോ. എനിക്കാണെങ്കിൽ അലമാരയിൽ ഇഷ്ടംപോലെ സാരിയുണ്ട്. ആ ഗിഫ്റ്റ്, ദേ, സാരിയും കാര്യങ്ങളുമെല്ലാം മേടിച്ചു തരണം, വേണ്ടയോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ഉമ്മ ആൻ്റി അഭിപ്രായം പറയാൻ നിൽക്കേണ്ട. മണിക്കുട്ടി യുടെ വകയാണ് ആ കമൻറ്റ്. കൃഷ്ണ പറയുന്നുണ്ട്, മോളെ, അലമാര തുറന്നിട്ട് ആ ഡാഷിനകത്ത് ഒരു ജ്വല്ലറി ബോക്സ് കാണും, അത് എടുത്തുകൊണ്ട് വാ. ശരിയച്ച എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് മണിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛൻ ഞങ്ങൾ അറിയാതെ ജ്വല്ലറിയിൽ പോയോ? എന്നിട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ചോ? അതെങ്ങനെ സെലക്ട് ചെയ്തു? ആ കാഴ്ച ഉള്ള സമയത്ത് വാങ്ങിച്ചത് ഞാൻ. അതും കാവ്യയ്ക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഗിഫ്റ്റ് മേടിച്ചത്. എങ്ങനെയുണ്ട് ഉമേ? ഉമ്മ പറയുന്നുണ്ട്, വാവ്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മണിക്കുട്ടിക്ക് ഇത് ഇടാലോ. ഇത് കേട്ടിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, ഞാനിത് മേടിച്ചത് കാവ്യയ്ക്കായിരുന്നു, പക്ഷേ കാവ്യയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റിയില്ല. ഇനി
ഞാനിപ്പോൾ സന്തോഷത്തോടു കൂടി ഇത് ഉമ്മയ്ക്ക് തരാൻ പോവുകയാണ്. ഉമ്മ പറയുന്നുണ്ട്, അയ്യോ, ഇത്രയും വില പിടിച്ച നെക്ലസോ? എനിക്കിതൊന്നും വേണ്ട കേട്ടോ. ഇത് കേട്ട് കൃഷ്ണയ്ക്ക് സങ്കടമാകുന്നു. എന്താ ഉമ്മ, ഇത് ഞാനും എൻ്റെ മണിക്കുട്ടിയും ഉമ്മയെ കാണുന്നത് ഈ വീട്ടിലെ അംഗത്തെ പോലെയാ. അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളെല്ലാം മേടിച്ചു തരും. എന്തായാലും ഉമ്മയ്ക്ക് ഇത് മേടിക്കാൻ വയ്യ എങ്കിൽ ഉമ്മ ഞങ്ങൾ അന്യനായിട്ടാണ് കാണുന്നത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. കേട്ട് ഉമ്മ പറയുകയാണ്, അയ്യോ, അങ്ങനെയല്ല, മണിക്കുട്ടി എടുത്തോട്ടെ അത്. മണിക്കുട്ടി പറയുന്നുണ്ട്, എനിക്ക് ഇതുപോലുള്ള വേറൊരെണ്ണമുണ്ടല്ലോ, ഇത് ഉമ്മ ആൻറ്റിക്ക് തരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അച്ഛാ, ഉമ്മ ആൻറ്റിക്ക് ഇത് കൊടുത്തേക്ക് കേട്ടോ. എന്താ മോളെ, ഇത് ഉമ്മ ആൻറ്റിക്ക് കൊടുക്കണ്ടേ? വേണ്ട. എന്താ അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്? അത് അമ്മയുടെ മുന്നിൽ വെച്ച് വേണം അച്ഛൻ ഇത് ഉമ്മാൻറ്റിക്ക് കൊടുക്കാൻ. അതും കഴുത്തിലിട്ട് കൊടുക്കണം. അത് കേട്ട് ഉമ്മയും കൃഷ്ണനും ആകെ ഞെട്ടി നിൽക്കുകയാണ്. അതെന്തിനാണ്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഉമ്മ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മണിക്കുട്ടി ഒരു മിമിക്രി കാണിക്കുകയാണ്. മോണോ ആക്ട്. ദേ കൃഷ്ണ, കൃഷ്ണ, നീ ഇതെന്താ കാണിക്കുന്നത്? ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൃഷ്ണ ഈ ചെയ്യുന്നത് ശരിയാണോ? അത് കേട്ട് കൃഷ്ണയും ഉമയും ആകെ അമ്പരന്ന് നിൽക്കുന്നു. സത്യത്തിൽ ഞാനിത് പറയുന്നതല്ല കേട്ടോ. എന്തായാലും അച്ഛൻ ഉമ്മാൻറ്റിയുടെ കഴുത്തിലിട്ട് കൊടുക്കുക. അപ്പോഴേക്കും അമ്മ ദേഷ്യം പിടിച്ചിട്ട് അച്ഛനെ ശാസിക്കുന്നതിനായിട്ട് വരും. അത് കേട്ടിട്ട് കൃഷ്ണ ചിരിക്കുന്നുണ്ട്. ആ, അത് ശരിയാ, എവിടെന്ന് ഇതൊക്കെ നീ പഠിച്ചെടുത്തത്? ഈ സമയത്ത് മണിക്കുട്ടി പറയുന്നുണ്ട്, അത് പുതിയൊരു ട്രിക്കാണ് അച്ഛാ. എന്തായാലും ഇത് വർക്കൗട്ട് ആകുമോ എന്ന് നോക്കാം. മൊബൈലിലും അതുപോലെ തന്നെ റീൽസും എല്ലാം കണ്ടിട്ടാണ് കുട്ടികൾ ഇതിനോട് റിലേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അച്ഛനും ആൻറ്റിക്ക് ഈ നെക്ലസിൽ ഇട്ട് കൊടുക്കുകയും അങ്ങനെ അത് നമ്മുടെ ഭരത്തും മറ്റുള്ളവരും കാണുകയും ചെയ്യണം. അപ്പോഴാണ് ജയമോഹിനി റൂമിലേക്ക് ഇടിച്ചു കയറി വരുന്നത്. ഇതിനുശേഷം അവർ ഭരത്തിനോട് പറയുകയാ, ഇതെവിടെയാ നീ പോകുന്നത്? എവിടെയാടാ പോകുന്നത്? ഭരത് പറയുന്നുണ്ട്, അയ്യോ, ഇത് സോക്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ കിടക്കാൻ പോകുവാണോ അമ്മ? ഇങ്ങനെ ഓഫീസിലേക്ക് പോവാ ഞാൻ. വേറെ എവിടെ പോകാനാ? എന്താ ഒരു ശുഷ്കാന്തി? അതെന്താ അമ്മേ അങ്ങനെ ഒരു ചോദ്യം? എത്രയും വേഗം തന്നെ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന പൈസയെല്ലാം നമ്മുടെ പേരിലേക്ക് മാറ്റണ്ടേ? അല്ലെങ്കിൽ അളിയൻ അതെല്ലാം അടിച്ചോണ്ട് പോകും. അത് കേട്ട് ജയമോഹിനി പറയുന്നുണ്ട്, എന്നാലേ ഞാനും കൂടെ വന്നോട്ടെ. എവിടെ? ഓഫീസിലേക്കോ അല്ല ബാങ്കിലേക്ക്? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാം. എന്നിട്ട് പണം നമ്മുടെ പേരിലിടാം. പിന്നെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാലോ? അത് കേട്ടിട്ട് ഭരത് അന്തമിട്ട് നിൽക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ആ, ഒരു നല്ല അമ്മ, നല്ല അമ്മ. എടാ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു അക്കൗണ്ട് തുടങ്ങാമെന്ന് ഭരത് പറയുന്നുണ്ട്. ശരി അമ്മേ, നമുക്ക് അതിനെപ്പറ്റി നന്നായിട്ട് ആലോചിക്കാം. അയ്യോ, എന്നാലും ആലോചിക്കുകയുള്ളൂ. പക്ഷെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്നും ഭരത് തന്നെയാണ് മനസ്സിലാലോചിക്കുന്നത്. ഈ സമയത്താണ് കാവ്യ അങ്ങോട്ട് വരുന്നത്. അല്ല, രണ്ടുപേരും കൂടെ എന്തെടുക്കുക? ജയമോഹിനി പറയുന്നുണ്ട്, അല്ല, ഇവൻ ഓഫീസിലേക്ക് പോകുവാണ്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ആ, ഞാൻ ഇന്ന് രാവിലെ ഒരു തീരുമാനമെടുത്തു. ഇവിടെ ഇങ്ങനെ വെറുതെ കൂട്ടിയിരിക്കാതെ ഓഫീസിലേക്ക് വന്നാലോ എന്ന്. എന്തായാലും അവിടെ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം പാടായിരിക്കും. പിന്നെ സഹായിക്കാനായിട്ട് മാനേജരും കൂട്ടരും ഉണ്ടല്ലോ. ഒന്നും പേടിക്കാനുമില്ല. പെട്ടെന്ന് തന്നെ ഭരത് മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര, ഞാൻ മനസ്സിൽ കണ്ടതൊന്നും നടക്കാതെ പോകുമല്ലോ. എന്നിട്ട് കാവ്യ പറയുന്നുണ്ട്, ആ, പിന്നീട് ഞാൻ ആ തീരുമാനം മാറ്റി. ഇവിടെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷനുണ്ട്. ഇനി ഓഫീസിൽ വന്നിട്ട് ഓഫീസിൽ ടെൻഷൻ കൂടി എടുത്ത് എൻ്റെ തലയിൽ വെക്കണ്ട. ജയമോഹിനി പറയുന്നുണ്ട്, അതെ അതെ, ഞാനത് അങ്ങോട്ട് പറയാൻ ഇരിക്കുകയായിരുന്നു. ആ, അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല കേട്ടോ. പിന്നെ നീ ഓഫീസിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം. പേരുദോഷം കേൾപ്പിക്കരുത്. ഭരത് പറയുന്നുണ്ട്, ഞാൻ കാരണം ഒരു പേരുദോഷവും ഉണ്ടായിട്ടില്ല. പിന്നെ അളിയനാണല്ലോ ഞാൻ ഓഫീസിൽ പോകുന്നതിനോട് കുഴപ്പം. ജയമോഹിനി പറയുന്നു, അവൻ ഓഫീസിൽ പോണം. അതിനെന്താ കാരണം? ഇനിയിപ്പോൾ ആ ഉമ്മയോട് മമത കൂടിയിട്ട് അവളുടെ പേർക്ക് ഒരു അക്കൗണ്ട് എടുത്ത് കൊടുത്താലോ?
പണം അവളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്താലോ? ലക്ഷങ്ങൾ കിട്ടിയാൽ അവൾക്കെന്താ പുളിക്കുമോ? എന്തായാലും അതുകൊണ്ട് തന്നെ അവൻ ഓഫീസിലേക്ക് പോകുന്നത് നീയായിട്ട് തടയിടണം കേട്ടോ. അങ്ങനെ തന്നെയാണ് ഭരത്തും പറയുന്നത്. അത് കേട്ട് കാവ്യ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. കുറച്ചു സമയങ്ങൾക്കു ശേഷം മണിക്കുട്ടിയും ഉമയും പിന്നെ കൃഷ്ണയും കൂടെ മുകളിൽ നിന്ന് വരികയാണ്. ഈ സമയത്ത് കൃഷ്ണയോടായി ഉമ ചോദിക്കുന്നുണ്ട്, സ്റ്റിക്കൊന്നും വേണ്ടേ? അതില്ലേ വീഴില്ലേ? അത് കേട്ട് മണിക്കുട്ടി പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് അച്ഛൻ അറിയാം. അതുകൊണ്ട് തന്നെ മനസ്സിൽ കൗണ്ട് ചെയ്തിട്ടാണ് താഴേക്ക് വരുന്നത്. അതുകൊണ്ട് അച്ഛൻ വീഴില്ല. എത്ര സ്റ്റെപ്പാണെന്ന് മണിക്കുട്ടി തന്നെ ചോദിക്കുന്നു. 20 സ്റ്റെപ്പ്. അന്ന് കൃഷ്ണ മറുപടി നൽകുന്നുമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ നേരത്തെ തന്നെ പഠിപ്പിച്ചോ? അതെ, മണിക്കുട്ടിയുടെ കണ്ടുപിടുത്തമാ. 18ാം പടി, +2 മുതലായ കാര്യങ്ങൾ ഇവൾ തന്നെയാണ് ഈ അടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചു തന്നത്. ഈ സമയത്ത് കാവ്യ അവിടേക്ക് കടന്നു വരികയാണ്. ഇത് കണ്ടിട്ട് കുസൃതി ഒപ്പിക്കുകയാണ് നമ്മുടെ മണിക്കുട്ടി. ദേ ഒരാൾ താഴെ നിൽക്കുന്നുണ്ട്. കൃഷ്ണ ചോദിക്കുന്നു, കാവ്യയാണോ? അതെ അതെ, ഞാൻ ഫ്രണ്ടിൽ പോകാം. ഉമ ആൻറ്റി അച്ഛനെ വീഴാതെ പിടിച്ചോണേ എന്നിങ്ങനെ മണിക്കുട്ടി പറയുന്നു. ഉമ ഇതേ തുടർന്ന് സ്നേഹത്തോടു കൂടി കൃഷ്ണയുടെ കൈയും പിടിച്ച് താഴേക്ക് വരുന്നു. ആ കാഴ്ച കണ്ട് കാവ്യ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പക്ഷേ താഴേക്ക് എത്തുമ്പോൾ കൃഷ്ണ വീഴാൻ പോകുന്നു. ആ സമയത്ത് ഉമയാണെങ്കിൽ കയറി പിടിക്കുന്നു. രണ്ടുപേരും അങ്ങനെ നിൽക്കുമ്പോൾ ഇത് കണ്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ കാവ്യ അങ്ങോട്ട് വന്ന് ഉമയെ പിടിച്ച് ഒറ്റ തള്ള്, അങ്ങോട്ട് മാറടി എന്ന് പറഞ്ഞാണ് ഒരു തള്ളു കൊടുത്തത്. മണിക്കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്നു. സ്റ്റിക്ക് വാങ്ങിച്ച് ഈ വടി കൂടെ തന്നെ പിടിച്ചോണം കേട്ടല്ലോ എന്ന് പറഞ്ഞ് അതും കൊടുത്ത് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. ഇത് കണ്ട് കൃഷ്ണ ആകെ വല്ലാതെയാകുന്നു. മണിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഉമ എന്തെങ്കിലും പറ്റിയോ? ഉമ അവിടെ നിന്ന് ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാരമില്ല, അമ്മയ്ക്കാണെങ്കിൽ ഉമ ആൻറ്റിയോട് അസൂയ മൂത്തിട്ട് പിടിച്ചു തള്ളിയതാണ് കേട്ടോ. അങ്ങനെ ഉമ ആൻറ്റി താഴേക്ക് പോയി. ഇത് കേട്ട് ഉമ പറയുന്നുണ്ട്, സാരമില്ല, എല്ലാം നല്ലതിന് വേണ്ടിയില്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പരാതിയുമില്ല. ഇത് കേട്ടിട്ട് മണിക്കുട്ടിക്കും സന്തോഷമാകുന്നു. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കും. മണിക്കുട്ടി പറയുന്നു. പിന്നീടാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ടേബിളിന് മുന്നിൽ വന്ന് ഇരിക്കുകയാണ് നമ്മുടെ കൃഷ്ണയും അതുപോലെ തന്നെ മണിക്കുട്ടിയും. ഇതിനിടയ്ക്ക് മണിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇന്ന് അവിടെ ആ സമയം അവിടേക്ക് കാവ്യ വന്ന് പിറുപിറുക്കുന്നുമുണ്ട്. ഇതേ തുടർന്ന് കാര്യങ്ങൾ എന്തായാലും അത്ര പന്തിയല്ല എന്ന് മണിക്കുട്ടി മനസ്സിലാക്കുകയാണ്. എന്തൊക്കെയോ കാവ്യ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കൃഷ്ണ ചിരിക്കുകയാണ്. ആഹാ, നല്ല മുരിച്ച നെയ്യിൽ ഉള്ള ദോശയുടെ മണമാണല്ലോ. ഇന്ന് ദോശയാണോ? അവിടേക്ക് ദോശയുമായി വരുന്ന ഉമ പറയുന്നു, അതെ, കൃഷ്ണയ്ക്ക് ഇഷ്ടമുള്ള നെയ്യിൽ ചുട്ടെടുത്ത ദോശ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ചമ്മന്തിയുമുണ്ട്, മല്ലിയില ചേർത്ത സാമ്പാറും. അങ്ങനെ ഇതെല്ലാം കൂട്ടി കൃഷ്ണ കഴിക്കണം കേട്ടോ. കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ഫുഡ് കഴിക്കൂ, പക്ഷേ വൃത്തിക്കും വെടിപ്പിനും ടേസ്റ്റിനും ഉള്ള ഫുഡ് മാത്രമേ കഴിക്കാറുമുള്ളൂ കേട്ടോ. ശരി ശരി, ഇത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ വിളമ്പി കൊടുക്കുന്നു. ഒരു വിളമ്പുകാരി വന്നിരിക്കുന്നു. എനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ് എന്നൊക്കെ അവിടെ നിൽക്കുന്ന കാവ്യ പതുക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് കൃഷ്ണ ദോശയൊക്കെ കഴിക്കുകയും ചെയ്യുന്നു. ആഹാ, എന്ത് ടേസ്റ്റ്, നല്ല രുചിയാണിതിന്. ഇതെല്ലാം കേട്ട് എൻ്റെ മനസ്സറിഞ്ഞാണ് ഉമ ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നു, ഓ പിന്നെ ഒരു ടേസ്റ്റ്. അപ്പോഴാണ് മുത്ത് അവിടേക്ക് വരുന്നത്. മുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയുകയാണ് നമ്മുടെ കാവ്യ. മാത്രവുമല്ല, ഉമയെയും അച്ഛനെയും ഒന്നിപ്പിക്കാനായിട്ടാണ് മണിക്കുട്ടി അതൊക്കെ ചെയ്യുന്നത് എന്നും ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവരെ അടിച്ചു പുറത്താക്കണം എന്നും മുത്ത് പറയുന്നു. ഇതൊക്കെ ഓർത്തിട്ടാണ് നമ്മുടെ കാവ്യ നിൽക്കുന്നത്. അവിടെ കൃഷ്ണ ഫുഡ് കഴിക്കുന്ന സമയത്ത് ജയമോഹിനി വരുന്നുണ്ട്. ബഡാ സാബും ചോട്ടാ സാബും വന്നല്ലോ.
മണിക്കുട്ടി തൻ്റെ ചെവിയിൽ പറയുന്നുണ്ട്. ഇതോടെ കൃഷ്ണ, ദോശ നല്ലോണം കഴിക്കാം. സാമ്പാറും അതുപോലെ തന്നെ ചമ്മന്തിയും മുക്കി വെച്ച് അത് കഴിക്കാനാണ് എനിക്കിഷ്ടം. അത് കേട്ട് കൃഷ്ണ ചിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് വരുന്ന ജയമോഹിനി പറയുന്നുണ്ട്, ഇന്ന് കഴിക്കാൻ ദോശയാണോ ഉണ്ടാക്കിയത്? ഇതുവരെ ദോശ കഴിച്ചിട്ടേ ഇല്ലേ? അതേസമയം കാവ്യയാണെങ്കിലാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. വളരെ ദേഷ്യത്തിൽ തന്നെ അവളെ നോക്കി നിൽക്കുന്ന കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണ എല്ലാം കഴിച്ചു തീർത്തു. അത് കഴിഞ്ഞിട്ട് കൈ കഴുകാനായിട്ട് പോവുകയാണ്. അയ്യോ, കൈ കഴുകി കൊടുക്കാൻ എത്ര പേരാ ഉള്ളത്? ഇതൊക്കെ കണ്ടാലേ എൻ്റെ നാവിൽ നിന്ന് മറ്റെന്തെങ്കിലും വരും. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ജയമോഹിനി പതിയെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അതേസമയം കൃഷ്ണ പറയുന്നുണ്ട്, എനിക്കൊന്ന് കൈ തുടയ്ക്കണം. ഉടൻ ഉമ സാരി നീട്ടുന്നു. സാരിയുടെ തുമ്പിൽ അയാളാണെങ്കിൽ കൈ തുടയ്ക്കുകയാണ്. ഇത് കണ്ട് ഹാർട്ട് ബീറ്റ്സ് കൂടി നിൽക്കുകയാണ് നമ്മുടെ കാവ്യ. അസൂയ മൂത്തിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയാണ്. അതേസമയം കാവ്യ മുത്തിനെ വിളിച്ചിട്ട് മാറി നിൽക്കുന്നു. അവർ അവിടെയുള്ള കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യുകയാണ്. അവിടെ ഉണ്ടോ എന്ന് പതുക്കെ ചോദിക്കുകയാണ് കൃഷ്ണ. ഇത് കേട്ട് ഉണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു മണിക്കുട്ടി. ഈ സമയത്ത് കാവ്യയുടെ അടുക്കൽ വന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, അതെ ഉമേ, ഉമയ്ക്ക് എൻ്റെ ടേസ്റ്റ് എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഭക്ഷണത്തിനൊക്കെ എന്താ ടേസ്റ്റ്? സത്യത്തിൽ രാധിക ഉണ്ടാക്കുന്നത് പോലെ തന്നെയുണ്ട്. ഇത് കേട്ടിട്ട് വളരെയധികം ഞെട്ടലോടെ നിൽക്കുന്ന കാവ്യയെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.